മുൻപത്തെ വഖഫ് അധിനിവേശം ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയത് VS സർക്കാർ നിയമിച്ച നിസാർ കമ്മീഷനാണെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ. CPM നേതാവ് TK ഹംസ ചെയർമാനായപ്പോഴാണ് മുൻപത്തെ കുടുംബങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. VS സർക്കാരിന്റെ അതേ നിലപാടാണ് മുൻപ് വിഷയത്തിൽ പിണറായി സർക്കാരിനും എന്ന് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കുന്നു. കാലഘട്ടത്തിലാണ് ഈ നിസാർ കമ്മീഷനെ ഗവൺമെന്റ് അച്യുതാനന്ദ സർക്കാർ നിയമിക്കുന്നത്. അച്യുതാനന്ദ സർക്കാർ നിയമിച്ച് നിസാർ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 9 അതിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. അത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 10 ഗവൺമെന്റിന്റെ തീരുമാനം വന്നു, തിരിച്ചു പിടിക്കാനുള്ള ആ സ്വത്ത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഓർഡർ വന്നു. പക്ഷെ തിരിച്ചു പിടിച്ചു, അന്നും തിരിച്ചു പിടിക്കില്ല. അതിനെതിരായിട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഹൈക്കോടതിയിൽ പരാതി പോയി. അങ്ങനെ ഹൈക്കോടതി 2016 എനിക്ക് സംശയം 16 കാലഘട്ടത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വന്നത് ബോർഡിലേക്ക് എങ്ങനെ തിരിച്ചു പിടിക്കണമെന്നാണ്. ബോർഡ് ആ തീരുമാനം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിൽ നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്യാതെ അവിടെ വെച്ച് പെൻഡിങ് വെച്ചു. അങ്ങനെ പെൻഡിങ് വെച്ച് അവസാനം കോർട്ട് കണ്ടംപ്റ്റ് വന്നു. കോർട്ട് കണ്ടംപ്റ്റ് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കത് എന്തെങ്കിലും ഒന്ന് ആക്കണം. അതിന് പരിഗണിച്ചു എന്ന വലിയ ബോർഡിൽ പരിഗണിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ നോട്ടീസ് ഒരു പാർട്ടിക്കും അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്നുള്ള നോട്ടീസോ തിരിച്ചു പിടിക്കാനുള്ള നോട്ടീസോ ഇഷ്യൂ ചെയ്തിട്ടില്ല. അത് ചെയ്തത് പിന്നെ അതിന് എൻ്റെ ശേഷം വന്ന വഖഫ് ബോർഡായിരുന്നു. അത് അംസാക്കായിരുന്നു ചെയർമാൻ. അംസാക്കാണ് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ഞാനല്ല. സർക്കാർ വിചാരിച്ചാൽ അത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. സർക്കാർ വിചാരിച്ച മാനുഷിക പരിഗണന നൽകിയിട്ട് അവരെ ഇറക്കി വിടാതെ അവരെ പരിഗണിക്കാൻ പറ്റും. സർക്കാരിന് വിചാരിക്കാൻ സർക്കാർ ചെയ്യാൻ കഴിയും. ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേർന്നു. ശിവദാസ്, ഇതിൽ ഇടതു സർക്കാരുകളെ രൂക്ഷമായി അദ്ദേഹം വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഈ നിസാർ കമ്മീഷൻ നിർദ്ദേശിച്ചാൽ ആ റിപ്പോർട്ട് പരിഗണിച്ചില്ലെങ്കിൽ പിന്നീട് അത് കോടതിയെ ലക്ഷ്യമായി പോകുമോ എന്ന സംശയം കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഒരു സർക്കാർ മാറി വന്ന VS സർക്കാർ, പിന്നീട് വന്ന പിണറായി സർക്കാർ ഒക്കെയും നിർദ്ദേശം അവരുടെ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ചുള്ള നടപടികളാണ് വഖഫ് ബോർഡ് സ്വീകരിച്ചത് എന്നാണോ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായും VS സർക്കാർ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഈ മുൻപ് വിഷയത്തിൽ സർക്കാർ ഇടപെട്ടത്. 2007 അത്തരത്തിലുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടക്കത്തിൽ ഇതായിരുന്നു, ഈ നീക്കമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് മുൻ വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത്. അതായത് ഇടത് സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ സ്വീകരിച്ചത്. അവർ തന്നെയാണ് ഇവരെ കുടി ഇറക്കാനുള്ള നടപടികൾ അടക്കം ആരംഭിച്ചത്. UDFന്റെ ഭരണകാലത്ത് ഇത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. 2014 മുതൽ 2019 വരെ ഇദ്ദേഹമായിരുന്നു പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ആയിരുന്നു ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ. അദ്ദേഹം ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു നടപടികളും എടുത്തിരുന്നില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. കാരണം UDF സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. പിന്നീട് TK ഹംസ വഖഫ് ബോർഡിൻ്റെ ചെയർമാനായി വന്നപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് നൽകിയത്. ആദ്യം നിസാർ കമ്മീഷനെ വെച്ചത് VS അച്യുതാനന്ദൻ സർക്കാർ, പിന്നീട് ഈ കമ്മീഷൻ തന്നെയാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ സർക്കാർ ആണ് ഈ ഒരു ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കവുമായി രംഗത്ത് വന്നത്. അതിനുശേഷം ഈ മുൻപത്തുള്ള ജനങ്ങൾ കോടതിയെ സമീപിച്ചു. കോടതിയിൽ ഈ കേസ് പരിഗണനയിൽ ഇരിക്കെയാണ് പിന്നീട് വീണ്ടും ഇടതു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോയത്. ഈ TK ഹംസ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് അടക്കം നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇടതു സർക്കാരാണ് ചെയ്തത്. ഇപ്പോഴും ഭരണത്തിലിരിക്കുന്നത് ഇടതു സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ അത് ഇടതു സർക്കാരിനാണ്. ഇടതു സർക്കാർ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലെല്ലാം തന്നെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. നിലവിൽ അവിടെ ഉള്ള ആളുകൾക്ക് അവിടെ നിന്നും ഒഴിഞ്ഞു പോകാതെ തന്നെ ഇത്തരത്തിലുള്ള ഈ വിഷയത്തിൽ അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ ഇടത് വലത് സർക്കാരുകൾ തമ്മിൽ പഴിചാരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ വിഷയം 2007 മുതൽ തുടങ്ങി. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. കാരണം അവിടെ അപ്പോഴും ആ വിഷയം നിലനിൽക്കുമ്പോഴും ഈ കാര്യത്തിലൊന്നും തന്നെ കൃത്യമായൊരു ഇടപെടൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വ്യക്തമാണ്. കാരണം ആ സമയത്ത് തന്നെ മുൻപത്ത് ഉള്ള ആളുകളെല്ലാം തന്നെ ഏകദേശം 600ഓളം കുടുംബങ്ങളാണ് ഉള്ളത് ഈ ഭാഗത്ത്. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത് 600ഓളം കുടുംബങ്ങളാണ്. അവർ പല തവണ ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതികളടക്കം നൽകിയിരുന്നു. പക്ഷേ ആ പരാതികളിലൊന്നും തന്നെ ഒരു പരിഹാരവും ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് ഇടത് സർക്കാർ വന്നപ്പോൾ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും വലിയ ഒരു സമരത്തിൽ തന്നെയാണ് ഇവിടെ മുൻപത്തുള്ളവർ. ഈ വിഷയത്തിൽ കൃത്യമായൊരു രാഷ്ട്രീയ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് ഇനിയും നീണ്ടുപോകും. അല്ലെങ്കിൽ കൃത്യമായൊരു പരിഹാരം കാണണമെങ്കിൽ അത് ഇടത് സർക്കാർ തന്നെ നടത്തണം എന്നാണ് ഇപ്പോൾ റഷീദ് അലി ശിഹാബ് തങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നത്. വീണ.
ഓക്കെ, ശരി ശിവദാസ്. ഇതിപ്പോൾ ഈ വലത് സർക്കാരിനെയും ഇടത് സർക്കാരിനെയും, അത് VS സർക്കാരും പിണറായി സർക്കാരും രണ്ടുപേരെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. സർക്കാർ വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം ഈ വിഷയത്തിൽ ഇനി ഒരു മാറ്റം വരണമെങ്കിൽ ഒരു ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഒരു മാറ്റം സാധ്യമല്ല. അത്രയ്ക്ക് വലിയ നിയമക്കുരുക്കാണ് ഈ വിഷയത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഈ വഖഫ് നിയമങ്ങളിൽ എന്ന കാര്യം വ്യക്തമാണ്. ഈ വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ്. ഇത് മാത്രമല്ല അതിൽ സെക്ഷൻ 40 ഏത് സ്വത്തും വഖഫ് സ്വത്താണ് തീരുമാനിക്കാനുള്ള അവകാശം, അതൊക്കെ മാറ്റിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ വന്ന നിയമങ്ങളെ വ്യാഖ്യാനിച്ച് സർക്കാരുകൾ എടുത്തുവച്ച കമ്മീഷനുകളാണ് ഈ ഇത്രയധികം പ്രശ്നത്തിലേക്ക് മുനമ്പം ഉൾപ്പെടെയുള്ളവരെ തള്ളിവിട്ടെന്ന കാര്യം വ്യക്തമാണ്.